യെസ് വക്കീലെ, SDPI പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയതിൽ അസ്വാഭാവികമായിട്ട് ഒന്നുമില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? രണ്ടായിരത്തി 2009 UDF ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി. അവർക്ക് അന്ന് എനിക്ക് ഒന്ന് 16 സീറ്റ് കിട്ടി. അന്ന് കോഴിക്കോട് ശ്രീ MK രാഘവൻ വിജയിച്ചു. അന്ന് ഞാൻ കോഴിക്കോട് നഗരത്തിൽ കണ്ട കാഴ്ച, അന്ന് SDPI ഇല്ല, അന്ന് NDF ആണ്. NDF പ്രവർത്തകർ വിജയാഹ്ലാദ പ്രകടനം നടത്തുന്നത് ഞാൻ കണ്ടതാണ്. അത് പിന്നീട് എവിടെയാണ് ചെന്ന് എത്തിയത്? പിന്നീട് ജോസഫ് മാഷ കൈവെട്ടി. അതിനുശേഷം ഇവിടെ പല റിക്രൂട്ട്മെൻറ്റ് നടന്നു. ISIS-ലേക്ക് ആൾ പോയി. പിന്നെ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ച സമയത്ത് ഒളിഞ്ഞും തെളിഞ്ഞും ഇവർക്ക് പല സഹായങ്ങളും കിട്ടി. ഇവരുടെ പ്രവർത്തനം കേരളം മുഴുവൻ വ്യാപിപ്പിച്ചു. പിന്നീട് പല തരത്തിലുള്ള അക്രമ സംഭവങ്ങളുണ്ടായി. അത് അവസാനം 2022 കേന്ദ്ര സർക്കാർ ഇടപെട്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിലും 10-25 ആളുകൾ ഇന്നും ജയിലിൽ കിടക്കുകയാണ്. എവിടെ? തിഹാർ ജയിലിലും നമ്മുടെ എറണാകുളം ജയിലിലുമായിട്ട് അവിടം വരെ എത്തി. അപ്പോൾ 2009 ഞാനിത് കണ്ടിട്ടുണ്ട്, കോഴിക്കോട് നഗരത്തിലൂടെ NDF-കാർ പ്രകടനം നടത്തുന്നത് MK രാഘവൻ ജയിച്ചതിൽ. അപ്പോൾ ഇതൊക്കെ ഈ ബന്ധപ്പെട്ട ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് വോട്ടൊക്കെ കിട്ടും, തൽക്കാലം ജയിക്കുകയും ചെയ്യും. പക്ഷേ നാളെ ഇതിന് കനത്ത വില കൊടുക്കേണ്ടി വരും. ഇവിടെ കൈവെട്ടിയ കേസ് നമ്മൾ കണ്ടതാണ്, തീവ്രവാദ പ്രവർത്തനം നമ്മൾ കണ്ടതാണ്, റിക്രൂട്ട്മെന്റ് നമ്മൾ കണ്ടതാണ്, അവസാനം നിരോധനവും അറസ്റ്റും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഇടയിൽ കേരളത്തിൽ നടന്ന അക്രമ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ശക്തികളുടെ സഹായം തേടുമ്പോൾ, അവരുമായി രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചങ്ങാത്തം സൃഷ്ടിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു പാർട്ടി ജയിച്ചാൽ വേറൊരു പാർട്ടി, ആ പാർട്ടിയോ അല്ലെങ്കിൽ ആ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിലോ ഇല്ലാത്ത വേറൊരു പാർട്ടിക്കാർ ആഹ്ലാദ പ്രകടനം നടത്തുക, ഇതെന്താ വെള്ളരിക്കപ്പെട്ടന? അങ്ങനെ എവിടെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇത് കേരളത്തിൽ 2ാം പ്രാവശ്യം, ഞാനിത് കാണുന്നത് 2ാമത്തെ പ്രാവശ്യമാണ്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ സത്യം. പിന്നെ കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് കേട്ടാൽ തോന്നും കോൺഗ്രസ്സുകാർ ഒക്കെ നല്ല അവസ്ഥയിലാണ്. അനിൽ നമ്പ്യാരെ, ഇന്നത്തെ സ്ഥിതി അറിയോ? ഇന്ന് ഒരു വൻ മരം വീണ ദിവസമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികായനായ ശരത് പവാർ നിലംപതിച്ചു. എത്ര സീറ്റാ അറിയോ? 10 സീറ്റ്. 84 വയസ്സ്. ഇനിയൊരു യുദ്ധത്തിന്, ഇനിയൊരു അംഗത്തിനുള്ള ബാല്യമില്ല. 10 സീറ്റിലേക്ക് ചുരുങ്ങി. മുംബൈയിൽ ഞാൻ മനസ്സിലാക്കിയത് കോൺഗ്രസിന് കിട്ടിയത് 2 സീറ്റാണ്. ഏത്? ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന ഓഗസ്റ്റ് ക്രാന്തി മൈതാനം സ്ഥിതി ചെയ്യുന്ന മുംബൈയിൽ കോൺഗ്രസിന് 2 സീറ്റാണ്. 15 സീറ്റാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്. ബാലഗംഗാധര തിലകനും ഗോപാലകൃഷ്ണ ഗോഖലെയൊക്കെ ഉണ്ടായിരുന്ന മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനം ഇല്ലാണ്ടായി. ശരത് പവാർ വീണു. കോൺഗ്രസിന് ഒരു 10% സീറ്റ് പോലും ഇല്ല. ഇതാണ് അവസ്ഥ. പിന്നെ ജാർഖണ്ഡിൽ അവിടുത്തെ ഒരു പ്രാദേശിക പാർട്ടിയുടെ സഹായത്തോടെ ചില്ലറ സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ സംസ്ഥാനത്ത് കോൺഗ്രസ് എന്ന, അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്ക് വഹിച്ച മുംബൈ നഗരവും നാഗപ്പൂരും ഒക്കെ സ്ഥിതി ചെയ്ത മഹാരാഷ്ട്രയിൽ നിന്നും കോൺഗ്രസ് അപ്രത്യക്ഷമാവുകയാണ്. പതുക്കെ കോൺഗ്രസ് അപ്രത്യക്ഷമാവുകയാണ്. 2 കോൺഗ്രസും, ശരത് പവാർ കോൺഗ്രസും യഥാർത്ഥ രാഹുൽ ഗാന്ധിൻ്റെ കോൺഗ്രസും. ആകെ രക്ഷപ്പെട്ടത് ഞങ്ങളെ കൂടെ നിൽക്കുന്ന അജിത് പവാറിൻ്റെ കോൺഗ്രസ്സാണ്. ബാക്കി 2ഉം അപ്രത്യക്ഷമാവുകയാണ്. അപ്പം ഇതാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിലെ ശരത് പവാറിൻ്റെ പതനമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികായനായിരുന്നു, അദ്ദേഹം വീണിരിക്കുകയാണ്. അത് മഹാഭാരതത്തിൽ ഭീഷ്മ പിതാമഹൻ വീണപ്പോൾ കൗരവർക്കുണ്ടായ ക്ഷീണം എന്താണെന്നറിയാലോ? അതോടുകൂടി കൗരവർ യുദ്ധം തോറ്റു. അപ്പം ഭീഷ്മ പിതാമഹൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ശരത് പവാർ വീണു ഇന്ന്. അപ്പോൾ ഇതാണ് ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് ചർച്ച ചെയ്യേണ്ട ഏറ്റവും വലിയ വിഷയം. ഇവരെ ധാരണ, കോൺഗ്രസ്സുകാരുടെ ധാരണ, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ അല്ലെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചാൽ, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചാലൊന്നും ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ഇന്ന് ഉത്തർപ്രദേശിലെ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് BJP. കഴിഞ്ഞ തവണ BJPക്ക് ക്ഷീണം തട്ടിയ ഉത്തർപ്രദേശിലൊക്കെ. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ചിത്രം വളരെ വ്യക്തമാണ്. നരേന്ദ്രമോദി അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ
നമ്മുടെ ഡൽഹിയിലെ BJP ഓഫീസിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ്. മാധ്യമ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങയുടെ ചാനലും അങ്ങോട്ട് ഇപ്പോൾ ശ്രദ്ധ മാറ്റും. തീർച്ചയായും. അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് രാജ്യം കാതോർക്കുകയാണ്. കാരണം രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം, രാജ്യത്തിന്റെ ഏറ്റവും വലിയ നിക്ഷേപം നടക്കുന്ന സംസ്ഥാനം, രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനത്ത് മൃഗീയ ഭൂരിപക്ഷം, മൃഗീയ ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷം, അതായത് 233 സീറ്റാണ് കിട്ടിയിരിക്കുന്നത്. കോൺഗ്രസ് സഖ്യത്തിന് 50 സീറ്റ് തികച്ചില്ല. അപ്പൊ ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ നന്ന് എന്ന് ഞങ്ങൾക്ക് ഈ കോൺഗ്രസ്സുകാരോടും ഇന്ത്യ സഖ്യക്കാരോടും പൊതുവായിട്ട് പറയാനുള്ളത്.